പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ അധ്യാപക IT പരിശീലനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എൻ്റെ പേര് ജലീൽ. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി സബ് ജില്ലയിലെ ആവിലോറ MMAUP സ്കൂളിലെ ഉറുദു അധ്യാപകനാണ്. KUTയുടെ IT വിങ്ങിന് കീഴിൽ നടത്തുന്ന ഈ ഒരു പരിശീലനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിലും പരസ്പരം പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെയേറെ സന്തോഷമുണ്ട്. അതിന് നന്ദി KUTക്ക് ഈ സമയം തന്നെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് IT പരിശീലനത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തു. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വേണ്ട IT ക്ലിപ്പുകൾ, വീഡിയോ, ഓഡിയോ, ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ചാണ് നമ്മൾ വിവിധ സെഷനുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ മൊബൈൽ ഉപയോഗിച്ച ഒരു പോസ്റ്റർ നിർമ്മാണം ആണ് 2-3 ദിവസങ്ങളിലായിട്ട് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നേരെ വളരെ നല്ല രീതിയിൽ എളുപ്പത്തിൽ ഒരു പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 2 പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ എല്ലാ ഭാഗത്തുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. കാരണം ചിലവർക്ക് മൊബൈലിലായിരിക്കും, ചിലവർക്ക് അതുപോലെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തി 2 പ്ലാറ്റ്ഫോമും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇതുവരെയുള്ള പരിശീലനമൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ പ്ലാറ്റ്ഫോം പോസ്റ്റർ ഡിസൈനിങ് 2-3 തവണയായിട്ട് പരിചയപ്പെടുത്തി, 2-3 ആപ്പുകൾ പരിചയപ്പെടുത്തി. ഇന്ന് ലാപ്ടോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കുന്നത്. ഉബുണ്ടുവിന് ആണ് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. സ്കൂളുകളിലൊക്കെ ഉബുണ്ടു ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉബുണ്ടു വേർഷനിൽ എങ്ങനെയാണ് ഒരു പോസ്റ്റർ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുന്നത് നോക്കാം. ഉബുണ്ടുവിലാണ് നിർമ്മിക്കുന്നതെങ്കിലും ഇതേ പ്ലാറ്റ്ഫോം തന്നെ വിൻഡോസിലും നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പോസ്റ്റർ നിർമ്മാണത്തിലേക്ക് പോകാം. ആദ്യമായി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പോസ്റ്റർ നിർമ്മാണത്തിൽ ഉറുദുവായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഉറുദു ഫോണ്ട് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഉറുദു ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഉറുദു ഭാഷ ഇവിടേക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ സാവധാനം നമുക്ക് പോകാം. ഏറ്റവും അറിയാത്ത അധ്യാപകർ ആരാണോ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ക്ലാസ് പോകുന്നത്. 0 ലെവലിൽ ഉള്ള ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഒരു പോസ്റ്റർ നിർമ്മാണം പഠിക്കാൻ കഴിയുക, ആ രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് അറിയുന്നവർ അതുമായിട്ട് ഒന്ന് സഹകരിച്ച് ഇതിൻ്റെ കൂടെ അങ്ങനെ ഒന്ന് കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഉറുദു എങ്ങനെ ഇവിടേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഉബുണ്ടു തുറന്നു കഴിഞ്ഞാൽ ഈ ഡെസ്ക്ടോപ്പ് ഭാഗത്ത് ഏറ്റവും മുകളിൽ ഇവിടെ വൈഫൈ നെറ്റ് കണക്ഷൻ, അതുപോലെ EN എന്ന് കാണാം രണ്ടാമതായിട്ട്. ഈ EN എന്നതാണ് നമ്മുടെ ലാംഗ്വേജ്. ENൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ഇംഗ്ലീഷ് മലയാളം എന്ന് നിങ്ങൾക്ക് കാണാം. ഇംഗ്ലീഷ് മലയാളം ഇത് ഡിഫോൾട്ടായിട്ട് കമ്പ്യൂട്ടർ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം ആണ് ഓട്ടോമാറ്റിക്കായി ഉണ്ടാവുക. ഇതിലേക്ക് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് നേരെ താഴെ ടെക്സ്റ്റ് എൻട്രി സെറ്റിങ്സ് എന്ന ഭാഗത്ത് പോകുന്നു. ടെക്സ്റ്റ് എൻട്രി സെറ്റിങ്സ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് സോഴ്സസ് എന്ന് കാണാം. താഴെ ഇൻപുട്ട് സോഴ്സസ്, അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് നിലവിലുള്ള ഇംഗ്ലീഷ് മലയാളം ഏതൊക്കെ ലാംഗ്വേജാണ് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തത് ആ ഭാഗങ്ങൾ ഇവിടെ കാണാം. നമുക്ക് അഡീഷണൽ ലാംഗ്വേജ് ആഡ് ചെയ്യാൻ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തൊട്ട് താഴേക്ക് 3 ഡോട്ട് ആയിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും. കുറച്ച് ലാംഗ്വേജ് ഇവിടെ കാണാം. കൂടുതൽ ഭാഷകൾ ലാംഗ്വേജ് കാണാൻ വേണ്ടി ഏതൊക്കെ ലാംഗ്വേജാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇവിടെ കാണാത്ത മറ്റെല്ലാ ലാംഗ്വേജും കാണാൻ വേണ്ടി 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ടാവും. അതുപോലെ ഇവിടെ വലതുഭാഗത്ത് മൗസ് ഒന്ന് കൊണ്ടുപോയാൽ റെഡ് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു ബാറ് കാണാം.
ഈ ബാറിൽ ഒന്ന് താഴേക്ക് പോവുക. ഫുള്ള് താഴേക്ക് പോയാൽ അതർ എന്ന് കാണാം. അതർ, നമ്മൾ അതറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യുക. ചില സിസ്റ്റങ്ങളിലൊക്കെ ഈ അതർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടൈം എടുക്കും. അപ്പോൾ എ മുതൽ താഴേക്ക് എല്ലാ ഭാഷകളും ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് യു ഉറുദു ആയതുകൊണ്ട് യുവിലുള്ള അക്ഷരമാണ് കിട്ടേണ്ടത്. ഒന്നുകിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നേരത്തെ പോയതുപോലെ ഇവിടെ ഈ റെഡ് കളറിൽ മൂവ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നേരെ താഴേക്ക് കൊണ്ടുപോയാൽ മൗസ് കൊണ്ട് ഏകദേശം യു എന്ന അക്ഷരത്തിൽ എത്താനായാൽ നമുക്കൊന്ന് മൗസ് കൊണ്ട് കറക്കി കറക്കി നമുക്ക് ഉറുദുവിൻ്റെ സെഷനിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഉറുദുവിൻ്റെ ഒരുപാട് ഭാഷകൾ നിങ്ങൾക്ക് പിന്നെ മെയിൻ ഓപ്ഷനുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഉറുദു പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ തന്നെ 2-3 ഉണ്ട്. അതുപോലെ ഉറുദു ഫോണിറ്റിക് ഉണ്ട്. ഉറുദു ഫോണിറ്റിക്കോ ഉറുദു പാകിസ്ഥാനോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. രണ്ടും നമുക്ക് വേണ്ട അക്ഷരങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് അതിലുണ്ട്. അപ്പോൾ ഉറുദു പാകിസ്ഥാനോ അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഉറുദു ഫോണിറ്റിക് എന്ന് മാത്രമുള്ളതേ ആഡ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉറുദു പാകിസ്ഥാൻ എന്നത് ആഡ് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്ന ബട്ടൺ കാണാം, ഗ്രീൻ കളർ. ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് മലയാളം എന്ന ലിസ്റ്റിലേക്ക് ഉറുദു പാകിസ്ഥാൻ എന്ന് വന്നു. ഇനി നമുക്ക് ഇവിടെ മുകളിൽ പോയി EN ഒന്ന് ക്ലിക്ക് ചെയ്താൽ, ലാംഗ്വേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഉറുദു പാകിസ്ഥാൻ എന്ന് കാണാം. അതായത് നമ്മുടെ ഉറുദു ടൈപ്പ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഇവിടെ ഓക്കെ ആണ് എന്നർത്ഥം. ഓക്കെ, അതിനുശേഷം നേരെ നമ്മൾ പോയിട്ട് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പറയുന്നു, ചില സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് നമുക്ക് വിചാരിച്ച ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല വന്നത്. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ നേരെ ആ ഭാഷ ക്ലിക്ക് ചെയ്യുന്നു. നേരെ താഴെ മൈനസ് ബട്ടൺ ഉണ്ട്. മൈനസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഭാഷ ലാംഗ്വേജ് ഏതാണോ അത് റിമൂവ് ആവും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ഒന്ന് കാണിക്കുന്നു. ഇപ്പോൾ ഒരു പ്ലസ് ബട്ടൺ അടിച്ചു, നേരെ അതറിലടിച്ചു. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ലാംഗ്വേജ് സെറ്റിങ്സ് ഒരു തവണ എടുത്ത് അതേ സമയം തന്നെ രണ്ടാമത് ഒന്നുകൂടി ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഉബുണ്ടുവിൽ ഇങ്ങനെ കുറച്ച് സമയമെടുക്കും. ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ 10-15 സെക്കൻഡ്. ഓക്കെ, വന്നു. നമുക്ക് നേരെ താഴേക്ക് പോവാം. ഉറുദു എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഉറുദുവിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഉറുദു പാകിസ്ഥാൻ എന്ന് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് നേരെ ഉറുദു പാകിസ്ഥാൻ പിന്നെ NLA ഇങ്ങനെ ആഡ് ചെയ്തു പോയി. കണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിച്ച ഭാഷയല്ല ഇവിടേക്ക് വന്നത് എങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ 2 എണ്ണം വന്നു, അല്ലെ 3 എണ്ണം വന്നു. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഏത് ഭാഷയാണോ ഒഴിവാക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ മൈനസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം, അത് പോയി. ഇങ്ങനെ ആവശ്യമുള്ളത് ആഡ് ചെയ്യാൻ പ്ലസ് ബട്ടണും ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്യാൻ മൈനസ് ബട്ടണുമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് ഭാഷയും ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഭാഷ സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഉറുദു പാകിസ്ഥാൻ. അപ്പോൾ ഉറുദു എന്ന ഭാഷ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സമയത്ത് മലയാളമാണെങ്കിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു, ഉറുദു ആണെങ്കിൽ ഉറുദുവിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഭാഷ മാറ്റേണ്ടത്. ഓക്കെ, ഒരു പോസ്റ്റർ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഉറുദുവും ഒക്കെ വേണ്ടി വരും. അപ്പം ഈ 3 ഭാഷയും ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ ഉബുണ്ടുവിൽ ജമീൽ നൂരി ഉറുദുവിൻ്റെ ഫോണ്ട്, ജമീൽ നൂരി എന്ന ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ മാത്രമാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഇൻ്റർനെറ്റ് എടുക്കുന്നു. ഇൻ്റർനെറ്റ് എടുത്തതിന് ശേഷം ഗൂഗിളിൽ ജമീൽ നൂരി എന്ന് ടൈപ്പ് ചെയ്യുക. ജമീൽ നൂരി നെസ്തലിക്. ജമീൽ നൂരി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ പേര് ഗൂഗിളിൽ കാണിച്ചു തരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ ഉറുദു ഫോൺസ് .net തന്നെ ജമീൽ നൂരി നെസ്തലിക് എന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഉറുദു ഫോൺസ് എന്ന ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് ഫോണ്ട് ജമീൽ നൂരി നെസ്തലിക് കശീദ ഡൗൺലോഡ് ഫോണ്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു ഫോണ്ട് മതിയാവും തൽക്കാലത്തേക്ക്. നമുക്ക് ജമീൽ നൂരി ഒരു ഫോണ്ട് തന്നെ, ഒരുപാട് നമ്മുടെ ഉറുദുവായി ബന്ധപ്പെട്ട ഫോണ്ടുകളുണ്ട്. നമുക്ക് ഈ ഒരു ഫോണ്ടേ സാധാരണ ആവശ്യമുണ്ടാവും. ഓക്കെ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
5-8 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 7 MB 8 MB മറ്റോ ആണ് നമ്മുടെ ഈ ഉറുദു ഫോണ്ടിനുള്ളത്. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ഇത്രയും പെട്ടെന്ന് അത് ഡൗൺലോഡ് ആവുന്നതാണ്. ചിലപ്പോൾ ഡൗൺലോഡ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ക്രോമാണ്. ക്രോം ആയതുകൊണ്ട് അതിൻ്റെ ഡൗൺലോഡ് താഴേക്കാണ് വരിക. നിങ്ങൾ ഫയർഫോക്സ് ഈ ആപ്ലിക്കേഷൻ പ്ലേസസ് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഫയർഫോക്സ് ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് ചിലപ്പം മുകളിലായിരിക്കും. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാകും. ഏതായാലും നിങ്ങൾക്ക് കാണാം എവിടെയാണ് ഡൗൺലോഡ് ആകുന്നത്, എത്ര മിനിറ്റായി നിങ്ങൾ കാണാം. ഇപ്പോൾ അതാ 7 MB ഉണ്ട്, താഴെ നിങ്ങൾ കാണാം 2 MB 2.5 MB ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഫുള്ള് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോമിലെ ഡൗൺലോഡ്സിൽ പോയി നമുക്ക് ഇതെടുക്കാവുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡിങ് ഫുള്ളായി കഴിഞ്ഞു. നമുക്ക് നേരെ ഹോമിൽ പോയാൽ ഡൗൺലോഡ് ഫോൾഡർ ഉണ്ട്. ഡൗൺലോഡ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ജമീൽ നൂരി എന്ന ഫോണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെയിനിൻ്റെ ഒരു ലോഗോ വന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഇത് ഓൾറെഡി കംപ്രസ് ചെയ്ത സിപ്പ് ഫയലുകളായിരിക്കും. ഈ സിപ്പ് ഫയലിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യണം. അതായത് ലോക്ക് ചെയ്തൊരു ഫോൾഡറാണ് എന്നർത്ഥം. ഇതിനെ സാധാരണ ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് ഈ ഫോണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കേണ്ടത്. അതിനുവേണ്ടി ഈ ഫോൾഡറിൽ നിന്നും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നേരെ താഴേക്ക് പോയാൽ എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് കാണാം. എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് കൊടുക്കുന്നു. ആ സമയത്ത് ഈ ഫോണ്ടിനെ ഓപ്പൺ ആയിക്കൊണ്ട് ഈ അതേ പേരിൽ അടുത്ത ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഒരു ഫോൾഡറായി കാണാം. ജമീൽ നൂരി നസ്തലിക്ക് സാധാരണ ഫോണ്ടായി മാറി. ഇത് സിപ്പ് ഫോൾഡറാണ്. ഈ സിപ്പിനെ നമ്മൾ റിമൂവ് ചെയ്ത് അൺലോക്ക് ചെയ്ത് സാധാ ഫോൾഡറാക്കി മാറ്റി. അതിനാണ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്തു, എക്സ്ട്രാക്റ്റ്. ശേഷം ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ജമീൽ നൂരി എന്ന ഫോണ്ട് ഇവിടെ കാണാം, ജമീൽ നൂരി നസ്തലിക്ക്. ഇതിൽ നിന്ന് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇൻസ്റ്റാൾഡ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്നുണ്ടാവും. ആ ഇൻസ്റ്റാൾ എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 1-2 സെക്കൻഡ് കൊണ്ട് ഫോണ്ട് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ഇങ്ങനെയാണ് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഉറുദു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഉബുണ്ടുവിലേക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഭാഷ സെറ്റ് ചെയ്തു, അതുപോലെ നമ്മുടെ ഫോണ്ട് അതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് പോകാം. പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന നേരം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്ത് പോസ്റ്ററാണോ നിർമ്മിക്കേണ്ടത് അതിൻ്റെ ഒരു എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ആദ്യം തീരുമാനിച്ച് ഒരു ലേഔട്ട് മനസ്സ് കാണുകയാണ് ഏത് ഡിസൈനിങ്ങിനും വേണ്ടത്. എന്തൊക്കെ ഫോട്ടോ വേണം, അതിലേക്ക് എന്തൊക്കെ മാറ്ററാണ് വേണ്ടത് എന്നൊക്കെ ആദ്യം ഒന്ന് തീരുമാനിച്ച് വെക്കുക വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ഇന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ആഗസ്റ്റ് 15 ഒരു പോസ്റ്റർ നിർമ്മിക്കാം. സ്വാതന്ത്ര്യദിന പോസ്റ്റർ നിർമ്മിക്കാം. അതാണല്ലോ അടുത്തത് വരാൻ പോകുന്നത്. അപ്പോഴേക്കും നമുക്ക് ഒരു പരിചയപ്പെടുകയും ചെയ്യാം, പോസ്റ്റർ നിർമ്മിച്ച് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഗസ്റ്റ് 15 ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ ആദ്യം അതിലേക്ക് വേണ്ടി വരിക ഒന്ന് ഫ്ലാഗ് ആയിരിക്കും. അപ്പോൾ ഫ്ലാഗ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ മറ്റൊന്ന് വേണ്ടി വരിക ഈ ആഗസ്റ്റ് 15 പോസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ പോസ്റ്ററിന് ഒരുപാട് കളറുകൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കും. ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാൻ ഇപ്പം വളരെ സിമ്പിളാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററാണോ നമ്മൾ നിർമ്മിക്കുന്നത് അതിൻ്റെ പേരങ്ങ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ബാക്ക്ഗ്രൗണ്ട് ഡിസൈനുകൾ നമുക്ക് ഗൂഗിളിൽ നിന്നും നെറ്റിൽ നിന്നും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പണി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ഡിസൈനുള്ള ബാക്ക്ഗ്രൗണ്ട് നെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് നെറ്റിലേക്ക് പോകുന്നു. ആദ്യം നമ്മൾ ഒരു ഫ്ലാഗ് വേണം, അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈന് വേണം, പിന്നെ മറ്റു മാറ്ററുകളും ആണ് അതിലേക്ക് വേണ്ടത്. അങ്ങനെ വളരെ കുറഞ്ഞ രീതിയിൽ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്ത് എങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഞാൻ വീണ്ടും നെറ്റ് എടുക്കുന്നു. നെറ്റ് എടുത്തു. ഫ്ലാഗാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യൻ ഫ്ലാഗ് എന്ന് ടൈപ്പ് ചെയ്തു.
ശേഷം ഇമേജിലേക്ക് പോകുന്ന ചിത്രമാണ് വേണ്ടത്. നമുക്ക് ഇമേജിലേക്ക് പോകാം. നമുക്ക് ഏകദേശം ഏത് തരത്തിലുള്ള ഡിസൈനാണോ വേണ്ടത് ആ ലെവലിൽ ഉള്ള ഒരു ചിത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് ഡിസൈനുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ഈ ഒരു ചിത്രം എടുത്തു. ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ വലതു ഭാഗത്തേക്ക് ആ ചിത്രം തുറന്നു വരും. അതിനുശേഷം ഈ ചിത്രത്തിൻ്റെ മുകളിൽ നിന്നും മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ഇമേജ് ആസ് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. നമ്മൾ ഡെസ്ക്ടോപ്പിലോ ഹോമിലോ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിൽ കൊടുത്തു. അതിൻ്റെ ഒരു പേരും ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പേര് വന്നിട്ടുണ്ട്. ഓക്കെ, സേവ് എന്ന് കൊടുക്കാം. സേവ്. അപ്പോൾ ഇവിടേക്ക് സേവ് ആയതായി നമുക്ക് കാണാം. ഈ നേരെ ബാക്കിലേക്ക് പോകുന്നു. നമുക്കിനി വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇൻഡിപെൻഡൻസ് ഡേ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് ഏത് കളറുകളും മിക്സ് ചെയ്ത് നമുക്ക് സാധാരണ ഒരു പോസ്റ്റർ നിർമ്മിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ മാറ്ററുകൾ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡിസൈൻ ഏതാണെന്ന് നോക്കുക. കാരണം എല്ലാ ചിത്രവും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റർ കാണില്ല. അപ്പോൾ മാറ്റർ വെക്കാൻ പറ്റിയ നല്ലൊരു ക്ലിപ്പായിട്ട് കാണാൻ പറ്റിയ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഡിസൈന് തിരഞ്ഞെടുക്കുക. നമുക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുപാട് ഡിസൈനുകൾ താഴേക്ക് എഴുതി കാണിക്കും. ഇവിടെ ഫോട്ടോ പ്രിവ്യൂ കാണിക്കും, കണ്ടില്ലേ? ഇതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിസൈൻ എടുത്തു. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. സേവ് ഇമേജ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഡെസ്ക്ടോപ്പ് കാണിച്ചു. ഡെസ്ക്ടോപ്പ് സേവ്. അപ്പോൾ 2 ചിത്രം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റിൽ നിന്ന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പ് കൊടുത്തത് കൊണ്ട് ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ ഫ്ലാഗ് വന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈനിങ്ങിലേക്ക് പോകാം. ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. നിങ്ങൾ സാധാരണ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ. ടൈപ്പ് ചെയ്യാനും ലേഔട്ട് ചെയ്യാനും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് ലിബർ ഓഫീസ് റൈറ്റർ. അതിൽ നിന്നും വളരെ ഭംഗിയായിട്ട് പോസ്റ്റർ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ലിബർ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്തു. ഓൾറെഡി നിങ്ങൾക്കൊരു പേജ് തുറന്നു വരും. ഇതാണ് നമ്മുടെ പേജ്. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഇത് കുറച്ച് പരിചയപ്പെടുത്താൻ നിങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. പേജ് ഇവിടെ ഉണ്ട്. പേജ് ഓൾറെഡി A4 പേജ് ആയിരിക്കും വരിക. നമ്മളുടെ ഫോണിൽ കാണാൻ പറ്റിയ വ്യൂവിലാണ് ഈ ഒരു പേജ് ഉണ്ടാവുക. A4 ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് രൂപത്തിലുള്ള സ്ക്വയർ ആക്കണമെങ്കിലോ ഒക്കെ പേജ് സെറ്റിങ്സ് മാറ്റേണ്ടതുള്ളൂ. അങ്ങനെ പേജിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്കിവിടെ ഫോർമാറ്റിൽ നേരെ പേജ് എന്ന ബട്ടൺ ഉണ്ട്. ഫോർമാറ്റിൽ പേജ് ബട്ടൺ. അപ്പോൾ ഉള്ള പേജിൻ്റെ സൈസ് ഇവിടെ ഉണ്ട്. A4 21 സെൻറ്റിമീറ്റർ വിടുത്ത്, ഹൈറ്റ് 29.7 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വൈഡ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വൈഡ് ആക്കാം. അതല്ല നിലവിലുള്ള കുത്തനെ പോർട്രൈറ്റ് തന്നെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. അതല്ല നമുക്ക് സ്ക്വയർ ആയിട്ടാണ് നമ്മുടെ സ്റ്റാറ്റസ് ഫോട്ടോ ഒക്കെ വെക്കാനാണെങ്കിൽ ഇവിടെ ഒരേ അളവ് ഇവിടെ കൊടുക്കുക.
ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ 10 10, 20 കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 20 20. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്ലൈ കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സ്ക്വയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഡിസൈൻ വേണ്ടത് എന്ന് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിനനുസരിച്ച് നമുക്കിവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ സാധാരണയുള്ള A4 സൈസിലേക്ക് മാറ്റുകയാണ്. ഒരു പോസ്റ്റർ സൈസിലേക്ക് അപ്ലൈ ഓക്കെ അതിലേക്ക് കൊടുത്തു. അപ്പോൾ പേജ് സെറ്റ് ചെയ്യുന്ന വിവിധ അളവുകൾ മാറ്റാൻ വേണ്ടി ഫോർമാറ്റിൽ പേജിലാണ് പോകേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പിംഗ് ആണ് പോകേണ്ടത്. ആദ്യം നമുക്ക് August 15 ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷാണ് വേണ്ടത്, അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ നേരെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ August 15 എന്ന് ടൈപ്പ് ചെയ്തു. ഇതിങ്ങനെ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുന്നു. സൈസ് കൂട്ടാൻ വേണ്ടി ഇവിടെ പോയിൻ്റ് ബട്ടൺ ഉണ്ട്, ഫോണ്ട് സൈസ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് സൈസുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് അത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ഡിസൈൻ കൊടുത്ത് നമ്മുടെ മാറ്ററുകളൊക്കെ ടൈപ്പ് ചെയ്ത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണ്ടിൻ്റെ വലിപ്പവും സ്റ്റൈലും ഒക്കെ മാറ്റി കൊടുക്കാം. അടുത്തത് August 15 ടൈപ്പ് ചെയ്തു, നേരെ എൻ്റർ ചെയ്തു. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ടൈപ്പ് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടി നേരെ ടൈപ്പ് ചെയ്ത് വെച്ചത് കോപ്പി ചെയ്തു. ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വളരെ സൗകര്യം ഉണ്ടാവും. പിന്നെ വേണ്ടത് നമുക്ക് മലയാളവും ഉറുദുവിലും ആണെന്ന് സങ്കല്പിക്കാം. ഉറുദുവിലാണെങ്കിൽ യൗമെ ആസാദി എന്നാണ് വേണ്ടത്. നേരെ ചെയ്യേണ്ടത് ഉറുദു ടൈപ്പ് ചെയ്യുന്ന നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറ്റു മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇടത്തുനിന്നും വലത്തോട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഉറുദു ടൈപ്പ് ചെയ്യുന്ന ആദ്യ സെറ്റിങ്സ് ശ്രദ്ധിക്കേണ്ടത് നേരെ മുകളിൽ പോയി ENൽ ക്ലിക്ക് ചെയ്ത് ഉറുദു എന്ന ബട്ടണിലേക്ക് മാറ്റുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ ഉറുദു ബട്ടണിലേക്ക് മാറ്റുക. 2 റൈറ്റ് ടു ലെഫ്റ്റിൽ എന്ന ഡയറക്ഷൻ കൊടുക്കണം. ഇതിപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നേരെ വലതുഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് ടു റൈറ്റിലായിരിക്കും ഉണ്ടാവുക മലയാളവും ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാനുള്ള ലെവലിൽ. നമ്മൾ ഉറുദു ആണ് ടൈപ്പ് ചെയ്തത്, മുകളിൽ ഉറുദു മാറ്റി നേരെ ഇവിടെ നിന്നും റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ഈ ഒരു ബട്ടണിലേക്ക് പോവുക. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് കേഴ്സർ ഓൾറെഡി അറബി ഉറുദു ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവും. കണ്ടോ, വലത്ത് ഇങ്ങോട്ട് വരും. ഇങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ കഴിയും, പക്ഷേ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതുപോലെ സ്പേസ് അടിക്കുന്ന സമയത്തൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇവിടെ ഡയറക്ഷൻ ഉറുദു അറബി ടൈപ്പ് ചെയ്യുന്നവരും കറക്റ്റായിട്ട് മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാം യൗമെ ആസാദി. യൗമെ ആസാദി. ഓക്കെ, യൗമെ ആസാദി എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം, ഒന്ന് സൂം ചെയ്യാം, അറബി മോഡലിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ ഉറുദു ഫോണ്ട് സ്റ്റൈലിലേക്ക് മാറ്റണം. അപ്പോൾ ടൈപ്പ് ചെയ്ത ശേഷം നേരെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഫോണ്ട്, ഇവിടെയാണ് ഫോണ്ട് സ്റ്റൈലുള്ളത്. ഇത് ഫോണ്ട് സൈസ് വലിപ്പം കൂട്ടാനാണ് ഫോണ്ട് സ്റ്റൈലിൽ ഇവിടെ പോകുന്നു. നമ്മുടെ ഫോണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്നും ജെ എന്ന ഭാഗത്ത് എത്തുന്നത് വരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ജമീൽ നൂരി നസ്തലിക് എന്ന് കാണാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇതിലുണ്ടാവും. കണ്ടോ, ജമീൽ നൂരി നസ്തലിക്. ഇതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉറുദു ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ യഥാർത്ഥ സ്റ്റൈലിലേക്കായി മാറും യൗമെ ആസാദി. ശേഷം സെലക്ട് ചെയ്യുന്നു. നേരത്തെ ഫോണ്ട് സൈസ് വലുതാക്കിയതുപോലെ വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. അത് അവസാനം നമ്മുടെ സെറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് റെഡിയാക്കാം. അപ്പം നമ്മൾ യൗമെ ആസാദി ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് ടൈപ്പ് ചെയ്യാനുള്ളത് മലയാളം എന്ന് വിചാരിച്ചോളൂ. August 15 ഇൻഡിപെൻഡൻസ് ഡേ, യൗമെ ആസാദി, സ്വാതന്ത്ര്യ ആശംസകൾ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഡയറക്ഷൻ മാറ്റണം. ഇവിടെ മലയാളം എന്ന മാറ്റണം. മലയാളം മാറ്റി ഡയറക്ഷൻ ഇങ്ങോട്ട് മാറ്റി. അതിനുശേഷം
മലയാളം ടൈപ്പ് ചെയ്യാം. ആശംസകൾ. ഓക്കെ. ഓക്കെ, ആശംസകൾ എന്നാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യദിന ആശംസകൾ എന്നായി. ഇനി നമുക്ക് അതിൻ്റെ താഴേക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത്? ആശംസകളോടെ ഉറുദു ക്ലബ്, അവിലോറ. നിങ്ങളെ സ്കൂളിൻ്റെ പേരെന്താണോ ആ സ്കൂളിൻ്റെ പേര് വരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം കുറഞ്ഞ മാറ്ററുകൾ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറ്ററുകൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പം പിന്നെ ഒഴിവാക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സൗകര്യത്തിനൊന്ന് ചെറുതാക്കി വെക്കാം. അപ്പോൾ ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, യോമ ആസാദി, ചെറിയ മാറ്ററുകളൊക്കെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് പോസ്റ്ററിൻ്റെ ആ ഒരു രൂപത്തിലേക്കാക്കി മാറ്റണം. ആദ്യം ഞാൻ ഈ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന ശേഷം നമുക്ക് ഈ ടെക്സ്റ്റിനെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ചിത്രം കൊണ്ടുവരാൻ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇമേജ് എന്ന് കാണാം. ഇമേജ് ക്ലിക്ക് ചെയ്തു. നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്തത് അവിടെ കാണിക്കുക. നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നേരത്തെ ഡൗൺലോഡ് ചെയ്തത്. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെയുണ്ട്. നേരെ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിത്രം ഇവിടേക്ക് തുറന്നു വന്നിട്ടുണ്ടാവും. പക്ഷേ തുറന്നു വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ടൈപ്പ് ചെയ്ത മാറ്റർ കാണുന്നില്ല, അല്ലെങ്കിൽ ചിത്രം മറ്റൊരു ഭാഗത്തേക്ക് വന്നു, 2-3 പേജ് ആഡ് ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതിന് ചെയ്യേണ്ടത് ആദ്യം ഈ ചിത്രത്തിൻ്റെ മുകളിൽ നിന്നും റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാപ്പ് എന്നതിൽ പോയി ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. റാപ്പ് എന്നതിൽ പോയിട്ട് ഇൻ ബാക്ക്ഗ്രൗണ്ട് പോയ രീതി ഒന്നും പറയാം. ചിത്രം ആഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടി അപ്പുറവും ഇപ്പുറവും ഒക്കെ വന്നിട്ടുണ്ടാവും. ടെക്സ്റ്റ് കാണാത്ത വിഷയങ്ങളുണ്ടാവും. അതിനുവേണ്ടി ചിത്രം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റാപ്പ് എന്ന ഓപ്ഷനിൽ പോയി ഇൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ചിത്രം ഏറ്റവും മുകളിൽ നീക്കാനും എവിടെയാണോ ടെക്സ്റ്റ് ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കാനും പറ്റും. ഓക്കെ, ഇപ്പം 2-3 പേജിൽ താഴേക്കൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഏറ്റവും മുകളിലേക്ക് നീക്കി വെച്ച സമയത്ത് ആ ടെക്സ്റ്റിൻ്റെ കൂടെ വന്നു. അതിനുശേഷം നമുക്ക് ചിത്രം ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അല്ലെങ്കിൽ ചിത്രം നമുക്ക് വേണ്ട രീതിയിൽ മൂവ് ചെയ്യാൻ കഴിയില്ല, ആ റാപ്പ് ഇൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാപ്പിൽ ഇൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ടിക്ക് മാർക്ക് ഇപ്പോൾ ഇൻ ബാക്ക്ഗ്രൗണ്ടിലാണുള്ളത്. ഇനി നമുക്ക് ഈ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യാം. ഈ ഒരു എൻഡിലേക്ക് കൊണ്ടുവച്ചു, ഏറ്റവും എൻഡിലേക്ക് കൊണ്ടുവച്ച് അതുപോലെ താഴെ നമുക്ക് വേണ്ട വലിപ്പത്തിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൂട്ടി കൊടുക്കാം. ഇത് നമ്മുടെ ഈ വലതുഭാഗം ഇവിടേക്കൊന്നുകൂടി കൂട്ടി കൊടുക്കും. ബോർഡർ ആയതുകൊണ്ട് നമുക്ക് വലതുഭാഗം ഇടതുഭാഗമൊക്കെ വലിച്ചു നീട്ടുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ പിക്ചർ ഏതെങ്കിലും ഒരു ഫേസ് വരുന്ന ചിത്രമൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ വലതും ഇടത്തേക്ക് ഭാഗത്തേക്കും ഒരിക്കലും മൂവ് ചെയ്യരുത്. അവിടെ ചെയ്യേണ്ടത് ഈ ഒരു കോർണറിൽ പിടിച്ച് ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യാം. പിക്ചർ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ബോർഡറിന് അതുപോലെ ഡിസൈനുകളൊക്കെ നമുക്ക് എങ്ങനെയും ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗം ചിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു പരസ്യത്തിൻ്റെ കമ്പനിയുടെ പേര് നമുക്ക് വേണ്ട. നേരെ ക്രോപ്പ് ടൂൾ ഇവിടെ ഉണ്ട്. ഏറ്റവും മുകളിൽ ക്രോപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരെ ഏത് ഭാഗമാണോ വേണ്ടാത്തത് ആ ഭാഗത്തു നിന്നും മുകളിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗം ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ശേഷം വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് ഫുള്ളായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ആവശ്യമുള്ള ഒരു ചെറിയൊരു ഡിസൈൻ നമ്മളിവിടെ വെച്ചു. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡിസൈൻ തയ്യാറാക്കാൻ കഴിയും. നമ്മുടെ ഗൂഗിളിൽ നിന്നും ഇതുപോലെ നമുക്ക് ബന്ധപ്പെട്ട ഡിസൈനുകൾ എടുക്കുകയാണെങ്കിൽ. ഇതുപോലെ നമ്മൾ വരച്ച് ഇവിടെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇവിടെ ഒരു ഡിസൈൻ വരയ്ക്കേണ്ടി വരും, ഇവിടെ വരയ്ക്കേണ്ടി വരും. ഇതൊക്കെ വരച്ച് കളർ ഫില്ല് ചെയ്യുമ്പോൾ സമയമെടുക്കും. പിന്നെ ഒരുപാട് ഡിസൈനുകൾ ഡിഫോൾട്ടായിട്ട് ഗൂഗിളിലുള്ളത് കൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ ഏറ്റവും സൗകര്യം. നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്കൊരു ചിത്രം, നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു ചിത്രം കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
ഫ്ലാഗിൻ്റെ ചിത്രം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസേർട്ടിൽ പോയി ഇമേജ് കൊടുക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് ആ ചിത്രത്തിന് പുറമേ ക്ലിക്ക് ചെയ്ത് ആ ചിത്രം സെലക്ഷൻ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ചിത്രം സെലക്ഷൻ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓരോ ഡോട്ട് കാണാം. അപ്പോൾ പുറമേ ഒന്ന് ക്ലിക്ക് ചെയ്തു, ചിത്രം സെലക്ഷൻ ഇല്ല. ശേഷം ഇൻസേർട്ടിൽ പോയി ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഫ്ലാഗിൻ്റെ ചിത്രം സെലക്ട് ചെയ്യാം. ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ ഉണ്ട്, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ആ ചിത്രം ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. ഈ ചിത്രം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ചിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് അവിടെ ഇവിടെയായിട്ട് നീങ്ങിപ്പോകുന്നത് കാണാം. അപ്പം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാപ്പിൽ പോയി ഇൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതിനുശേഷം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണോ ഈ ക്ലിപ്പ് കൊണ്ടുവെക്കേണ്ടത് അവിടേക്ക് ഇത് മാറ്റാം. ഞാൻ ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ചിത്രം വെക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കൂ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ രണ്ടാമതൊരു ചിത്രം വെച്ച് നമുക്ക് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2, 3, 4 ചിത്രം ആഡ് ചെയ്യുന്ന സമയത്ത് ആ ചിത്രത്തിൻ്റെ ഉള്ളിലുള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒഴിവാക്കി ഈ ഫ്ലാഗ് മാത്രം കിട്ടണം. നമ്മൾ ഇപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ചിത്രമാണ് വെക്കുന്നത്, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരാളുടെ ഫോട്ടോ ആണ് വെക്കുന്നതെങ്കിൽ ആ ആളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ഒഴിവാക്കാം. അങ്ങനെ ഏത് ചിത്രം വെക്കുകയാണെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിലുള്ള കളർ ഒഴിവാക്കി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് യോജിച്ച് നിൽക്കും, കാണുന്നതിന് ഒരു പെർഫെക്റ്റ് ഒരു ഡിസൈനായിട്ട് നമുക്ക് തോന്നും. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വൈറ്റ് ഉണ്ടാവും എന്നതാണ് അതിൻ്റെ പ്രശ്നം. കാണുന്ന സമയത്ത് ഒരു ക്ലിപ്പ് എടുത്ത് വെച്ച രീതിയിലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നെറ്റിൽ നിങ്ങൾക്ക് റിമൂവ് BG എന്നടിക്കുക. റിമൂവ് BG, മലയാളം ഇംഗ്ലീഷ്. ഓക്കെ, റിമൂവ് BG എന്ന് ഇൻ്റർനെറ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിമൂവ് BG. റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ ഒരു സൈറ്റ് ഇവിടെ തുറന്നു വരും, www.remove.bg. ഈ ഒന്നാമത്തെ ഈ റിമൂവ് BG ഫ്രം ഇമേജ് എന്ന ഈ ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ വെബ്സൈറ്റ്, ആ സോഫ്റ്റ്വെയറിൻ്റെ വെബ്സൈറ്റ്. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഈ അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഇമേജ്, നമുക്ക് ഏത് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ റിമൂവ് ആവേണ്ടത് അത് ഇവിടേക്ക് കൊടുക്കുക. അപ്ലോഡ് ഇമേജിലാണെന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഏതാണ് നമുക്ക് റിമൂവ് ആവേണ്ടത്? ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാവും, ഈ ഒരു ഫ്ലാഗാണ്. അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുക്കും. ബാക്കിയെല്ലാം ആ സോഫ്റ്റ്വെയർ ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇതാ എല്ലാം റിമൂവായി സോഫ്റ്റ്വെയർ ഇവിടെ കാണിച്ചു തരും. ഫ്ലാഗ് മാത്രമായി. ശേഷം ഡൗൺലോഡ് എന്ന ഈ ബ്ലൂ കളറിൽ നിൽക്കുന്നു. നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് ഈ ചിത്രം ഡൗൺലോഡായി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ, 2 സെക്കൻഡ്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ ലിബർ ഓഫീസ് റൈറ്ററിൽ പോകുന്നു. നമ്മുടെ ആദ്യത്തെ ഈ ഒരു ചിത്രം നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്തു കീബോർഡിൽ. വീണ്ടും നമ്മൾ ഇൻസേർട്ട് പോയി ഇമേജ് എന്നതിൽ കൊടുക്കുക. ഡെസ്ക്ടോപ്പിലല്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിലാണുള്ളത് ഇപ്പോൾ റിമൂവ് ചെയ്തത്. അതുകൊണ്ട് ഡൗൺലോഡിലേക്ക് പോവുക. ഡൗൺലോഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ഫ്ലാഗ് ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഫ്ലാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഇല്ല, വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്ത രീതിയിൽ കാണാം. അങ്ങനെയാണ് ഏത് ചിത്രത്തിൻ്റെയും പ്ലെയിൻ ചിത്രമാണ് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളതെങ്കിൽ അത് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. വളരെ ഷാർപ്പ് ക്ലിയറിൽ കട്ട് ചെയ്ത് കിട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്തു, റാപ്പ് പോയി ഇൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, ഏറ്റവും മുകളിൽ വെച്ചു. അതിനുശേഷം ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി അടുപ്പിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഫ്ലാഗ് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് ഫ്ലാഗ് വലിപ്പം കൂട്ടുന്നതിന് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ബോർഡർ ചെയ്തതുപോലെ ഇങ്ങനെ വലിക്കാൻ പാടില്ല. കാരണം ഫ്ലാഗിൻ്റെ
ആ റേഷ്യോ മാറിപ്പോവും, കാരണം നീളം കൂടിപ്പോവും. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി ഒരുപോലെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ നീളവും വീതിയും ഹൈറ്റും വിടുത്തും ഒരുപോലെ കൂടും. എന്നിട്ട് സെൻറ്ററിൽ എങ്ങനെയാണ് വെക്കേണ്ടത് നമുക്ക് അത് അനുസരിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ആഗസ്റ്റ് 15 എന്ന ഡിസൈനിലേക്ക് പോകാം. നമ്മുടെ ആഗസ്റ്റ് 15 എ എന്നതിൽ ടൈപ്പ് ചെയ്തു, നേരെ എൻ്റർ ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെറിയ കളർ കൊടുത്ത് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ആഗസ്റ്റ് 15 എന്നത് ഞാൻ ഇവിടെ ഒരു ബോൾഡ് കൊടുത്തു. ശേഷം ഡേറ്റിന് വലിപ്പം കൂട്ടണമെങ്കിൽ ഒന്നുകൂടി ഞാൻ 30 കളർ പോയിൻ്റ് കൊടുത്തു. ഇൻഡിപെൻഡൻസ് ഡേ അത് പ്രധാനമുള്ളതായതുകൊണ്ട് ഫോണ്ട് കളർ ഇവിടെയുണ്ട്. ഫോണ്ട് കളർ, ഈ ഫോണ്ട് കളറിലൊന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളറും ഇവിടെ കാണാം. റെഡിലൊന്ന് ക്ലിക്ക് ചെയ്തു, റെഡ്. അതിന് ശേഷം വീണ്ടും സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. 48 കൊടുത്തു, ബോൾഡ് കൊടുത്തു. ഓക്കെ, ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. ഇതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്നത് ക്ലിക്ക് ചെയ്ത് ഫോണ്ടിലേക്ക് പോകാം. നേരത്തെ ജമീനൂർ മാറ്റിയതുപോലെ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് ഡിസൈനുകൾ ഇവിടെ കാണാം. നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, നല്ല സ്റ്റൈലും ഫോണ്ടുകളൊക്കെ ഉണ്ടാവും. ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഈ ശേഷം നേരെ ഉറുദു ഫോണ്ടിലേക്ക് വരാം. യൗമെ ആസാദി എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അലൈൻമെൻറ്റ് ഇവിടെ കാണാം, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. അപ്പോൾ യൗമെ ആസാദി സെൻറ്ററിൽ വന്നു. ഏറ്റവും വലുതായി കാണേണ്ടത് അതായതുകൊണ്ട്, നമ്മുടെ ഉറുദു പോസ്റ്റർ ആയതുകൊണ്ട് ഏറ്റവും വലുതാക്കി അത് കൊടുക്കാം. ഞാൻ 88 പോരാ, ടൈപ്പ് ചെയ്യാം, 120 ടൈപ്പ് ചെയ്തു, യൗമെ ആസാദി. ഓക്കെ, ഒന്നുകൂടി വേണമെങ്കിൽ വലുതാക്കാം, 140. അപ്പോൾ യൗമെ ആസാദി എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ യൗമെ ആസാദി എന്ന് ടൈപ്പ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിന് കളറ് കൊടുക്കാം. അതിന് വേണമെങ്കിൽ റെഡ് കൊടുത്തു. ഞാൻ ഈ ഇംഗ്ലീഷ് ഇൻഡിപെൻഡൻസ് ഡേ എന്നതിന് കളർ മാറ്റി. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനും വ്യത്യാസങ്ങൾ വരുത്താനൊക്കെ ഉണ്ടാവും. കളറ് ഓപ്ഷൻ ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ യൗമെ ആസാദി. ഈ മലയാളമാണുള്ളത്. മലയാളം ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തു, സെൻറ്റർ കൊടുത്തു, ഒന്ന് ബോൾഡ് കൊടുത്തു. ശേഷം ഏറ്റവും മുകളിൽ കൊടുത്ത ഈ ഒരു ബ്ലൂ കളർ അതിനും കൊടുത്തു. അല്പം സൈസ് കൂട്ടി കൊടുക്കാം. സെലക്ട് ചെയ്ത് 33 കൊടുക്കാം. അപ്പം പോസ്റ്റർ നോക്കാം. ഇനി ആശംസകളോടെ എന്ന് ഈ ഒരു ഭാഗം താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, ആശംസകളോടെ ഒന്നുകൂടി മെൻ്റർ അടിച്ചു. വീണ്ടും എൻ്റർ അടിച്ചു. ശേഷം സെൻറ്റർ കൊടുക്കാം, ആശംസകളുടെ. ഈ ഉറുദു ക്ലബ്ബ് രണ്ടും സെലക്ട് ചെയ്തു, റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. കണ്ടോ? ഇനി ഇതൊക്കെ വേണേൽ ഒന്നുകൂടി ബോൾഡ് ചെയ്യാം. അതിന് കളർ വേണമെങ്കിൽ നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു പോസ്റ്റർ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞു. ഈ ഒരു ക്ലിപ്പ്, എത്ര ക്ലിപ്പ് ആഡ് ചെയ്തോ ആ ക്ലിപ്പിൻ്റെ ബോർഡർ ഇങ്ങനെ നമ്മുടെ സെലക്ഷനായിട്ട് കാണും. പക്ഷേ നമ്മൾ ചിത്രമാക്കി സേവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോർഡർ ഉണ്ടാവില്ല. അപ്പോൾ ഈ ബോർഡർ എന്താ പോകാത്തത് എന്ന് ചോദിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. ഈ ബോർഡറിൻ്റെ എൻഡ് ഭാഗം കാണിക്കാൻ വേണ്ടി നമ്മുടെ ഇതിലെ പ്രിവ്യൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിത്രമാക്കി സേവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോർഡർ ഉണ്ടാവില്ല. ഇങ്ങനെ എത്ര ഫ്ലാഗ് വേണമെങ്കിലും, ഈ ഗാന്ധിജിൻ്റെ ഫോട്ടോ ഇവിടെയൊക്കെ വേണമെങ്കിൽ അതും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഏകദേശം ഒരു പോസ്റ്ററിലേക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താമെന്നാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ചിത്രം ആഡ് ചെയ്യുന്നത് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചിത്രം ആഡ് ചെയ്യുന്നത്, ക്ലിപ്പ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു, വിവിധ
ഭാഷകൾ എങ്ങനെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, ഇംഗ്ലീഷ്, അതുപോലെ ഉറുദു, മലയാളം. അതിനുശേഷം അലൈൻമെൻ്റ് ആണ് പറഞ്ഞത്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ട രീതിയിലേക്ക് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോണ്ട് സ്റ്റൈൽ കൊടുക്കുന്നത്, അതുപോലെ സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, പിന്നെ കളർ കൊടുക്കുന്നത്. ഇത്രയും ഭാഗമാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു പോസ്റ്ററിൽ ആവശ്യമുണ്ടാവുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോന്നും കൂടുതൽ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഒരു പോസ്റ്റർ നിർമ്മാണത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളും മെനുകളും മാത്രമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഈ ഫയൽ പെട്ടെന്ന് ക്ലോസ് ആയി പോയാലോ, ലാപ്ടോപ്പ് ചാർജ് ഇല്ലാതെ ഓഫായി പോവുക, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോവുക, നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് വീണ്ടും ചെയ്യാനും തുടർന്ന് ചെയ്യാനും നമുക്ക് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഫയലൊന്ന് ആദ്യം സേവ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഫയലിൽ പോയിട്ട് സേവ് എന്നത് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതിൻ്റെ പേര് കൊടുത്തിട്ട് ഞാൻ ഇൻഡിപെൻഡൻസ് പോസ്റ്റർ എന്ന് പേര് കൊടുത്തു, ഇൻഡി പോസ്റ്റർ കൊടുത്തു, സേവ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ വന്നിട്ട് ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ചിലപ്പം നമ്മൾ പോസ്റ്ററാക്കി നിർമ്മിച്ച് മൊബൈലിൽ വാട്സപ്പിൽ വിട്ടതിന് ശേഷമായിരിക്കും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കാണുക. അപ്പം വീണ്ടും വന്ന് തിരുത്തണമെങ്കിൽ ഈ ഒറിജിനൽ ഫയൽ ഇതുപോലെ സേവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സേവ് ചെയ്ത് തുടക്കം മുതലേ സേവ് ചെയ്ത് പോന്നാൽ നമുക്ക് 2-3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഫയലിൽ പോയി സേവ് എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി അതിലേക്ക് സേവ് ആവും. വീണ്ടും നമ്മൾ മാറ്റം വരുത്തുന്നു, അവസാന ഭാഗം ചെയ്തു, എല്ലാം ഫിനിഷ് ചെയ്ത് വീണ്ടും സേവ് കൊടുക്കുക. അപ്പം എല്ലാം അതിലേക്ക് നമ്മൾ ആദ്യം കൊടുത്ത പേരിലേക്ക് സേവ് ആയിട്ട് സോഫ്റ്റ് കോപ്പി അവിടെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു ക്ലിയർ ആയതിനു ശേഷം ചെയ്യേണ്ടത് നമുക്ക് മൊബൈലിൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ സേവ് ആക്കണം. കാരണം ഇത് ലിബർ ഓഫീസ് ഫയലാണ്. ഇത് മൊബൈലിലും മറ്റ് കമ്പ്യൂട്ടറിലും ഒന്നും നെറ്റിലൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും തുറന്ന് കാണുന്ന രീതിയിൽ പോസ്റ്റർ ആണെങ്കിൽ അത് ഇമേജ് ഫയലാണ് വേണ്ടത്. അതല്ലെങ്കിൽ PDF സാധാരണ പോസ്റ്റർ നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഒരു പോസ്റ്ററാക്കി സേവ് ചെയ്യണം, ഇമേജ് ഫയലാക്കി സേവ് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് ഫയലിൽ പോയി നേരെ താഴേക്ക് പോയാൽ എക്സ്പോർട്ട് എന്ന് കാണാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കൂ. ഞാൻ ഈ ഡെസ്ക്ടോപ്പ് കൊടുത്തു, പോസ്റ്റർ ഉറുദു ക്ലബ്ബ് എന്ന് പേര് കൊടുത്തു. ശേഷം ഇവിടെ ഓൾ ഫോർമാറ്റ് എന്ന് കാണാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൾ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴേക്ക് പോയാൽ JPEG എന്ന് കാണാം. JPEG, ഓക്കെ, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ്, ഇതാണ് JPEG. ഇതാണ് എല്ലാത്തിലും പ്രിവ്യൂ ആയിട്ട് കാണുന്ന നമ്മുടെ ചിത്ര ഫോർമാറ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് PNGയിലേക്ക് മാറ്റാം. ഏറ്റവും നല്ലത് JPEG ആണ്. അപ്പോൾ JPEG എന്നതിൽ ക്ലിക്ക് ചെയ്യുക. PDF ആണ് നിർമ്മിക്കേണ്ടതെങ്കിൽ ഏറ്റവും മുകളിൽ മൂന്നാമതുണ്ട്, നിങ്ങൾക്ക് കാണാം PDF ഉണ്ട്. നമുക്ക് JPEG ചിത്ര ഫോർമാറ്റാണ് വേണ്ടത്. JPEG ക്ലിക്ക് ചെയ്തു, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പം അതിൻ്റെ ക്വാളിറ്റിയും സൈസും ഒക്കെ കാണിക്കും. ഒന്നും മാറ്റേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി വേണമെങ്കിൽ MB ഒന്ന് കുറയ്ക്കണമെങ്കിലൊക്കെ ഇവിടെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇവിടെ എത്ര KB ഉണ്ടാവുമെന്ന് കാണിച്ചു തരും. ഫുൾ ക്വാളിറ്റി തന്നെ ആയിക്കോട്ടെ, 100ൽ കൊടുക്കാം. ഓക്കെ കൊടുത്തു. നമുക്കിതൊന്ന് മൈനസ് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഉറുദു പോസ്റ്റർ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. നമ്മുടെ ലിബർ ഓഫീസ് ഫയൽ ഇവിടെ ഉണ്ട്, ഇൻഡി പോസ്റ്റർ എന്ന് ODT ഫയൽ. ഈ ഉറുദു ക്ലബ്ബ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇമേജ് ആക്കി സേവ് ചെയ്ത് ഇവിടെ ഇൻഡി പോസ്റ്റർ ഉറുദു ക്ലബ്ബ്. ഓക്കെ, നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ക്ലിപ്പുകളൊന്നും ആഡ് ചെയ്ത് അറിയില്ല. ഇത് എത്ര ക്ലിപ്പാണ് എന്നൊന്നും അറിയാത്ത രീതിയിൽ ഒരു പോസ്റ്റർ നിർമ്മിച്ചു കഴിഞ്ഞു. ഓക്കെ, വളരെ എളുപ്പമാണ്. 5-10 മിനിറ്റേ ആവശ്യമുള്ളൂ ഇതുപോലൊരു പോസ്റ്റർ നിർമ്മിക്കാൻ. അപ്പോൾ പോസ്റ്ററായി റെഡിയാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം, ഈ പോസ്റ്റർ നമ്മുടെ നെറ്റിൽ വാട്സപ്പ് വെബ് തുറന്ന് വാട്സപ്പിലൂടെ അയക്കാം. അതല്ലെങ്കിൽ ഇമെയിൽ തുറന്ന് ഇമെയിലൂടെ അയക്കാം. ഈ പോസ്റ്ററിന് എത്ര സൈസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ പോസ്റ്ററിൻ്റെ മുകളിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന് ക്ലിക്ക് ചെയ്താൽ എത്ര സൈസ് ഉണ്ടെന്ന് കാണാം. വളരെ കുറഞ്ഞ സൈസേ ഉള്ളൂ, 294 KB ഉള്ളൂ. ഒരു MB പോലുമില്ല, 1/2 MB പോലുമില്ല. ഓക്കെ, പിന്നെ സൈസൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. എന്നിട്ട് ഇമെയിലോ വാട്സപ്പോ എഴുതി പോസ്റ്ററാക്കി നിർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പം പിന്നെ വീഡിയോ കണ്ട് അതിൻ്റെ കൂടെ ചെയ്ത് സാവധാനം നോക്കി മനസ്സിലാക്കി ചെയ്യുക.
2, 3, 4 പോസ്റ്റർ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ എക്സ്പേർട്ടാവും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ടൈപ്പിംഗ് ഒന്നും ഒരു പ്രശ്നം വരില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. പിന്നെ ഉറുദു ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്യാനും എല്ലാവർക്കും കഴിയും. പക്ഷേ ചിലപ്പം ഉറുദു ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കീബോർഡ് ഉണ്ട്, ടൈപ്പിംഗ് കീബോർഡ്. ആപ്ലിക്കേഷനിൽ പോയി യൂണിവേഴ്സൽ ആക്സസ് അതിൽ ഓൺ ബോർഡ് എന്നത് ഓപ്പൺ ചെയ്യുക. ഓൺ ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡ് ഇവിടെ കാണിക്കും. ഇവിടെ ഓൾറെഡി ഇംഗ്ലീഷ് കീബോർഡാണ് വന്നത്, കാരണം മുകളിൽ ഇംഗ്ലീഷാണ്. നിങ്ങൾ മലയാളമാക്കിയാൽ മലയാളം കീബോർഡ് ഇവിടേക്ക് വരും. കണ്ടോ? മലയാളം ടൈപ്പ് ചെയ്യേണ്ടവർക്ക് ഇതിൽ പോയി ടൈപ്പ് ചെയ്യാം. ഇനി ഉറുദു ആണെങ്കിൽ ഉറുദു ആക്കിയാൽ ഉറുദു കീബോർഡ് ഇവിടെ വരും. ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനൊരു പുതിയ പേജ് എടുത്തു. അപ്പോൾ ഉറുദു ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഡയറക്ഷൻ മാറ്റി നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്നു. ഡയറക്ഷൻ മാറ്റി ഉറുദുവിൽ നമ്മൾ നേരത്തെ യൗമെ ആസാദി എന്നാണ് അടിച്ചിരിക്കുന്നത്. മൗസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്ഷരങ്ങൾ അടിയിൽ യൗമേ എന്ന് വരാൻ വേണ്ടി ഷിഫ്റ്റ് കീ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു കീൻ്റെ അടിയിൽ 2 അക്ഷരങ്ങളുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തു, 0 അടിച്ചു. ഓക്കെ, യൗമേ. വീണ്ടും സ്പേസ് അടിച്ചു. ഷിഫ്റ്റ് അടിച്ചാൽ ആ എന്ന അക്ഷരം കാണാം. ആ എന്നടിച്ചു. ആസാദി. ഇങ്ങനെ നിങ്ങൾക്ക് ഉറുദു ടൈപ്പിംഗ് അറിയാത്തവർക്കും കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാം. ശേഷം വീണ്ടും ഇവിടെ പോയിട്ട് ജമീൽ നൂരി എന്ന ഫോണ്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ടൈപ്പിംഗ് അറിയാത്തവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതുപോലെ തന്നെയാണ് മലയാളവും ഒക്കെ ടൈപ്പ് ചെയ്യാം. മലയാളമാണെങ്കിൽ നേരെ ഇവിടെ മലയാളം മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മലയാളം വരും. സ്വാതന്ത്ര്യദിനം എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇതേ രീതിയിൽ മലയാളവും ടൈപ്പ് ചെയ്യാം. അപ്പം വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിക്കാം. കീബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. കീബോർഡ് ഉള്ളത് ആപ്ലിക്കേഷനിൽ യൂണിവേഴ്സൽ ആക്സസ് ഓൺ ബോർഡ്. ഏതാണോ ഇവിടെ ലാംഗ്വേജ് ആക്റ്റീവാക്കി വെച്ചത് അതിൻ്റെ കീബോർഡാണ് തുറന്നു വരിക. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ പരിശീലിക്കുക. നല്ല പോസ്റ്ററുകളും ഒക്കെ നിർമ്മിച്ച് ക്ലാസ്സിലേക്ക് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.